ഹലോ. അപ്പം ഞാൻ ഇന്ന് ഇതുവരെ ഉണ്ടാക്കി നോക്കി കഴിക്കാത്ത ഒരു ഐറ്റമാണ് കേട്ടോ ഈ ബൺ മസ്ക ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബട്ടർ എടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണല്ലോ അത്. എല്ലാവരും നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞ് നല്ലൊരു ഒപ്പീനിയൻ പറഞ്ഞപ്പോൾ ഞാനൊന്നത് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഒത്തിരി മധുരമൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഉണ്ടാക്കി കഴിക്കാതിരുന്നത്. എന്നാലും ഇന്ന് നമ്മളെ വീട്ടിൽ കുറച്ച് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അത് സമയത്ത് നമുക്കൊന്ന് ടേസ്റ്റും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക്. ഇനി അതിലേക്ക് ഇതാ ആവശ്യത്തിനുള്ള കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല മധുരം ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ചെടുക്കാം. എന്നാൽ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ചെറിയൊരു ബൗളിൽ എടുത്തത് കൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ഞാൻ മിക്സാക്കി എടുക്കുന്നത്. ബീറ്ററൊക്കെ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ ബീറ്റർ വെച്ചിട്ട് അത് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കുഴപ്പമില്ല, എന്നാലും ഇതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ കഴിക്കുന്നവരെല്ലാവരും ഇതിനെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു നെഗറ്റീവ് ഒപ്പീനിയൻ ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ബണ്ണൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ. ആ ബണ്ണ് നമുക്ക് നടുവൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഫില്ലിംഗ് ഒന്ന് നിറച്ച് കൊടുക്കാം. കുറച്ച് നാളായിട്ട് ഇതൊരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. അതിൻ്റെ തന്നെ പല വെറൈറ്റി ഉണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ട് ഇറങ്ങിയ ഒരു രീതിയിലാണ് ഞാൻ ചെയ്ത് നോക്കുന്നത്. മധുരം ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ ഞാനിത് ഉണ്ടാക്കാതിരുന്നത്. അത് കഴിക്കുന്ന മധുരം കഴിക്കേണ്ട എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ്. എന്നാലും ഇതൊന്ന് ടേസ്റ്റ് നോക്കണം എന്ന് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇതാ ബണ്ണിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് എന്തോന്നും അറിയില്ല, ഇത് കുറച്ചൊരു ലിക്വിഡായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം ബട്ടർ ഇപ്പോൾ ഈ കണ്ടൻസ് മിൽക്ക് കുറച്ചും കൂടെ കുറച്ച് ലൂസായിരുന്നു. നോർമലി ഞാനൊക്കെ എടുക്കാറുള്ള കണ്ടൻസ് മിൽക്ക് കുറച്ചും കൂടെ തിക്കായിട്ടായിരിക്കും. അതുകൊണ്ടെന്നറിയില്ല, കണ്ടോ കുറച്ചൊരിത്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഇതുപോലെ അതാ സൈഡിലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം. ഇങ്ങനെയാണല്ലോ സാധാരണ നമ്മൾ വാങ്ങിക്കുമ്പോൾ കാണാറുള്ളത്. ഇപ്പം എന്ന് വെച്ചാൽ ബീച്ച് സൈഡുകളിലും റോഡ് സൈഡുകളിലൊക്കെ ഇതിങ്ങനെ എല്ലാവരും ഇത് എന്താ പറയുക, അങ്ങനെ ഒരു ബിസിനസ്സാക്കി ഇതിങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. ഒത്തിരി പേര് ഇത് വാങ്ങി കഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റിയാന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് നമ്മൾ കഴിക്കുന്നത് കൂടെ ഇറാനി ചായയുടെ കൂടെയാണ്. അപ്പം ഞാൻ അത് ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. അതായത് ഇപ്പോൾ നമ്മുടെ മസാല ചായ അതുപോലെ പട്ടയൊക്കെ ചേർത്തിട്ട് തിളപ്പിച്ചെടുത്ത ചായയാണ് ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതാ മസ്ക ബണ്ണും ഇറാനി ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കഴിച്ച് നോക്കിയിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. അപ്പോൾ ഇതറിയാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് തന്നെ ഈ മസ്ക ബണ്ണ് ഇറാനി ചായയിൽ കുത്തിയിട്ടാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് കഴിച്ച് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. ഞാൻ കഴിച്ചു, എൻ്റെ അഭിപ്രായം നല്ലതാണ്. അപ്പോൾ അറിയാത്തവർ തീർച്ചയായിട്ടും കഴിക്കാത്തവരൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ താങ്ക് യു.